Dear students, I welcome you to our online classroom, ED Classroom. Today, we have discussed about the topic network analysis. എന്താണ് നെറ്റ്വർക്ക് അനാലിസിസ്? നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ ഒരു ടേം നിങ്ങൾ പലപ്പോഴും കേട്ട് പരിചിതമായിട്ടുള്ള ടേം ആയിരിക്കാം. കാരണം പല മീനിങ്ങുകളിൽ നമ്മൾ നെറ്റ്വർക്ക് എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് EDPയിലുള്ള 3rd ചാപ്റ്റർ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിനകത്ത് നെറ്റ്വർക്ക് അനാലിസിസ് അഥവാ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെടുത്തി നെറ്റ്വർക്ക് അനാലിസിസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ടെക്നിക് എന്താണ് എന്നുള്ളതാണ്. ഇത് അമേരിക്കയിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഒറിജിൻ ചെയ്യുന്നത്. നെറ്റ്വർക്ക് ടെക്നിക് ഹാവ് ദെയർ ഒറിജിൻ ഇൻ ദി ലേറ്റ് 50s ഇൻ USA. USA ആണ് നെറ്റ്വർക്ക് ടെക്നിക്ക് എമർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒറിജിൻ ചെയ്യുന്നത്. ദീസ് ടെക്നിക്സ് were developed to facilitate planning, scheduling and monitoring the project in an integrated manner so that these could be completed within the constraint of their time, cost and performance. ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ടെക്നിക്ക് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ഒന്നാമത്തത് എന്താണ്? പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രൊജക്റ്റ് പ്ലാനിങ് എന്നുള്ളത് തന്നെ എന്താണ്? ഒരു പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അതിനേക്കാൾ ഒരുപാട് പ്രയാസകരമാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. അത് ഒരുപാട് കോസ്റ്റ്, അതുപോലെ തന്നെ എഫേർട്ട്, ടൈം നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മേഖലയാണെന്ത്? പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ടുള്ള ആ ഒരു പ്ലാനിങ്ങിനെ സഹായിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? നെറ്റ്വർക്ക് ടെക്നിക്കാണ്. അതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഷെഡ്യൂൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു നെറ്റ്വർക്കിനകത്ത് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസിൻ്റെ ടൈം ഡ്യൂറേഷൻ, അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഷെഡ്യൂൾ ചെയ്യണം. അങ്ങനെയുള്ള ഷെഡ്യൂളിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അതിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടെങ്കിൽ ഒരു പ്രൊജക്റ്റ് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നെറ്റ്വർക്ക് ടെക്നിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഡിസൈഡ് ടൈമിനകത്ത്, കോസ്റ്റിനകത്ത് ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായുള്ള രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുള്ളൂ. നമ്മൾ സാധാരണ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും എക്സാമ്പിളായിട്ട് പറയാറുണ്ട്. അഥവാ ഒരു പ്ലാന് കൃത്യമായിട്ട് തയ്യാറാക്കുക എന്നുള്ളത് എന്തല്ല? പ്രയാസകരമായിട്ടുള്ള കാര്യമല്ല. ആ ഒരു പ്ലാൻ പ്രകാരം ഒരു വീട് നിർമ്മിക്കുക എന്നുള്ള ആ ഒരു ജോലിയിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു. കാരണം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരാം, ഒരുപാട് ടൈം ആവശ്യമായിട്ട് വരാം, ഒരുപാട് എഫേർട്ട് ആവശ്യമായിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് രീതിയിലുള്ള ബെനിഫിറ്റ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഹ്യൂജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്ന പ്ലാനുകൾ നടപ്പാക്കുന്നിടത്താണ് അല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ നടപ്പാക്കുന്നിടത്താണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? നെറ്റ്വർക്ക് അനാലിസിനെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്നുള്ളത് നോക്കാം. അതിൻ്റെ മീനിങ്ങിലേക്ക് വരാം. നെറ്റ്വർക്ക് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ്സ് ഓഫ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിനകത്തുള്ള വേരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ, ഇവൻറ്റ്സിൻ്റെ ഒരു കോമ്പിനേഷനെ പറയുന്ന പേരാണെന്ത്? നെറ്റ്വർക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ കമ്പൈൻ ചെയ്യുമ്പോൾ, ഇവൻറ്റ്സിനെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ അതിനെ പറഞ്ഞ പേരാണെന്ത്? നെറ്റ്വർക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെറ്റ്വർക്ക് അനാലിസിസ് ഇസ് എ സിസ്റ്റം വിച്ച് പ്ലാൻസ് പ്രൊജക്റ്റ് ബൈ അനലൈസിങ് ദി പ്രൊജക്റ്റ് ആക്ടിവിറ്റീസ്. പ്രൊജക്റ്റിനകത്തുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റിനെ പ്ലാൻ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെ പറയുന്ന പേരാണെന്ത്? നെറ്റ്വർക്ക് അനാലിസിസ്. നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ആക്ടിവിറ്റി ഉണ്ട്, ഓരോ ആക്ടിവിറ്റിക്ക് വരുന്ന ടൈം ഡ്യൂറേഷൻ എന്താണ്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായുള്ള പല കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട്, അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പ്രൊജക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ എന്ത്? നെറ്റ്വർക്ക് അനാലിസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ടെക്നിക്. ഇതെന്താണ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു, അല്ലെങ്കിൽ കൂടുതൽ ആളുകളും പല രീതിയിലുള്ള പ്രൊജക്റ്റുകളിലും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു ടൂളാണ് എന്ന് പറഞ്ഞത് ഈ പറയുന്ന നെറ്റ്വർക്ക് അനാലിസിസ് ഫോർ പ്ലാനിങ്, ഷെഡ്യൂളിംഗ്, മോണിറ്ററിംഗ് ആൻഡ് കോഓർഡിനേറ്റിംഗ് ലാർജ് ആൻഡ് കോംപ്ലക്സ് പ്രൊജക്റ്റ് കംപ്രൈസിങ് എ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ്. ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ജോബ് ടാസ്ക് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള കോംപ്ലക്സ് പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ലാർജ് പ്രൊജക്റ്റുകളെ കൃത്യമായുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓരോ ആക്ടിവിറ്റീസിനെയും കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വേരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കോഓർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെല്ലാം നമ്മൾ ഏത് ഉപയോഗിക്കാറുണ്ട്? ഈ പറയുന്ന നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നെറ്റ്വർക്ക് ടെക്നിക്ക് നമ്മൾ പോപ്പുലറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദി ഇവാലുവേഷൻ ഓഫ് ടൈം ആൻഡ് റിസോഴ്സ് പ്രൊഫൈൽ ഓഫ് ദി പ്രൊജക്റ്റ് ആക്ടിവിറ്റി. ഇത് ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ഒരു പ്രൊജക്റ്റ് ആക്ടിവിറ്റീസിൻ്റെ റിസോഴ്സ് പ്രൊഫൈല് അല്ലെങ്കിൽ ടൈമുമായിട്ട് ബന്ധപ്പെട്ട എലമെൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അഥവാ അതിനകത്ത് എത്രത്തോളം ടൈം നമുക്ക് ആവശ്യമായിട്ട് വരാം, എന്തൊക്കെ രീതിയിലുള്ള എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം, അതുപോലെ എത്രത്തോളം എഫേർട്ട് നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാറുള്ളത്? ഒരു പ്രൊജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള കാര്യത്തിൽ തീരുമാനം പോലും എടുക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു പ്രൊജക്റ്റ് ആക്ടിവിറ്റിയെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് ആവശ്യമായിട്ട് വരുന്ന ഓരോ ആക്ടിവിറ്റിക്കും ആവശ്യമായിട്ട് വരുന്ന റിസോഴ്സുകളൊക്കെ കൃത്യമായിട്ട്, അതുപോലെ തന്നെ ടൈം എലമെൻസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു നെറ്റ്വർക്ക് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരികയാണ്. നെറ്റ്വർക്ക് അനാലിസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ്. ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, ഇമ്പോർട്ടൻസ്, ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങൾ തന്നെയാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് പറയാവുന്ന ചില കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ പവർഫുൾ ടൂൾ ഫോർ പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ദി പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ ടൂളാണ് നെറ്റ്വർക്ക് അനാലിസിസ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, നെറ്റ്വർക്ക് അനലൈസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് അനാലിസിസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊജക്റ്റ് കൃത്യമായിട്ടുള്ള രീതി അല്ലെങ്കിൽ പ്രൊജക്റ്റ് ആക്ടിവിറ്റീസിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതിനും, ഓരോ ആക്ടിവിറ്റിയും എത്രത്തോളം ടൈം ഡ്യൂറേഷൻ എടുക്കാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആക്ടിവിറ്റി അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നെറ്റ്വർക്ക് ടെക്നിക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. സെക്കൻഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു മിനിമൈസ് ടോട്ടൽ കോസ്റ്റ്. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ബെനിഫിറ്റ് ആണെന്ന് പറഞ്ഞത് ടോട്ടൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ട്, കൃത്യമായിട്ടുള്ള ഷെഡ്യൂളോട് കൂടിയിട്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഐഡിയൽ ടൈം എന്നുള്ളത്, അല്ലെങ്കിൽ വേസ്റ്റേജ് ഓഫ് ടൈം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യില്ല, വരാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ വർക്കേഴ്സ് ഐഡിയലായിട്ട് കിടക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിലൂടെ ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷോസ് ഇൻ സിമ്പിൾ വേ ദി ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ പ്രൊജക്റ്റ്. ഇനി ഒരു പ്രൊജക്റ്റിനകത്ത് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള വേരിയസ് ആക്ടിവിറ്റീസ്, ഒരുപാട് രീതിയിലുള്ള ആക്ടിവിറ്റീസിൻ്റെ ഇവൻസിൻ്റെ കോമ്പിനേഷനാണ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള ആ ഒരു കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റീസിനെ, അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിനകത്ത് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒരു ആക്ടിവിറ്റി ഏത് ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ഏതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് വരുന്നതാണെങ്കിൽ സക്സസറായിട്ട് വരുന്നതാണൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, പരസ്പരം അത്തരം ആക്ടിവിറ്റീസ് തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയെടുക്കാൻ നെറ്റ്വർക്ക് അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഡെലിഗേഷൻ ഓഫ് ദി പവർ ആൻഡ് അതോറിറ്റി. പവർ,
അതോറിറ്റീസ് ഇതൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് നൽകുന്നതിന് വേണ്ടി ഓരോ രീതിയിലുള്ള ആക്ടിവിറ്റിയും അതിനൊക്കെ ആവശ്യമായിട്ടുള്ള വർക്കേഴ്സിനെയും ഒക്കെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള പവേഴ്സ് അതോറിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നെറ്റ്വർക്ക് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള പേരുകളിൽ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണെന്ത്, നമ്മൾ ഇപ്പോൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണെന്ത്, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ഓർ ഒബ്ജക്റ്റീവ്സ്. എന്താണോ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അതിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ട് ആളുകളുടെ ഒബ്ജക്റ്റീവ്സിലൂടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുക എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് എന്ത് ചെയ്യുന്നത്, നെറ്റ്വർക്ക് അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തി അവരുടെ ആവശ്യത്തിലൂടെ ഓർഗനൈസേഷൻ്റെ ആവശ്യം നേടിയെടുക്കുന്ന ഒരു സിസ്റ്റമായിട്ട് മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യുന്നു, നെറ്റ്വർക്ക് അനാലിസിസ് സഹായിക്കുന്നുണ്ട്. അനദർ വൺ, ഇറ്റ് അവോയ്ഡ് പ്രൊഡക്ഷൻ ഡിലേ. അപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ടുള്ള വർക്കാകുമ്പോൾ അവിടെ പ്രൊഡക്ഷൻ ഡിലേ ഉണ്ടാവാനുള്ള സാധ്യത എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം ഒരു ആക്ടിവിറ്റി മറ്റൊരു ആക്ടിവിറ്റിയുമായിട്ടുള്ള ആ ഒരു ഇൻ്റർ കണക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർ റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞാൽ അടുത്ത ആക്ടിവിറ്റി ഏതാണ് എന്നുള്ളത്, ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന ടൈം എത്രയാണെന്നുള്ളത്, അതിന് വരുന്ന കോസ്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊജക്റ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് അനാലിസിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഡിലേ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യും, ഇത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ലീഡ്സ് ടു ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസ്. അവ റിസോഴ്സിൻ്റെ ഒപ്റ്റിമൽ യൂസ് എന്ന് പറയുമ്പോൾ മാക്സിമം യൂസേജസ് ആണ്. അവ റിസോഴ്സിനെ എഫക്റ്റീവായിട്ട് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ, അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ ലേബർ ആയിരിക്കാം, അതല്ലെങ്കിൽ ക്യാപിറ്റൽ ആയിരിക്കാം. നമ്മൾ സാധാരണ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 4 M's നമ്മൾ പറയാറുണ്ട്. ഈ 4 M'സിനെ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ എഫക്റ്റീവായിട്ട് അതിൻ്റെ ഒപ്റ്റിമൽ യൂസ് അല്ലെങ്കിൽ മാക്സിമം യൂസ് സാധ്യമാക്കുന്നു എന്നുള്ളത് എന്താണ്, നെറ്റ്വർക്ക് അനാലിസിൻ്റെ ഒരു അനദർ ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു മിനിമൈസ് ടൈം ഫോർ എ ഗിവൺ കോസ്റ്റ്. അതേപോലെ തന്നെ ഒരു ഗിവൺ കോസ്റ്റിനകത്ത് നമുക്ക് ടൈം മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അഥവാ ഓരോ രീതിയിലുള്ള ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അതിൻ്റെ ടൈം, അതുപോലെ തന്നെ ഏർലിയസ്റ്റ് ലേറ്റസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടേംസും പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിനകത്ത് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി വെക്കാം, മിനിമൈസ് ദി ടൈം ഫോർ എ ഗിവൺ കോസ്റ്റ്. അഥവാ ആ ഒരു പ്രൊജക്റ്റിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ടൈം മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടി, അഥവാ ഗിവൺ കോസ്റ്റിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു എക്സ്പെൻസിനകത്ത് നമുക്ക് മാക്സിമം ടൈം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ദി ഓൺടർപ്രണർ ടു കംപ്ലീറ്റ് ദി പ്രൊജക്റ്റ് ഇൻ ടൈം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു ഓൺടർപ്രണറെ അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്താൻ അല്ലെങ്കിൽ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു ഓൺടർപ്രണർക്ക് അയാളുടെ പ്രൊജക്റ്റ് കറക്റ്റ് ടൈമിനകത്ത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. നമ്മളിവിടെ പറയുന്നത് എന്താണ്, ഓൺടർപ്രണർഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ ആക്ടിവിറ്റി പലപ്പോഴും എന്താണ്, ആ ഒരു ടൈം എലമെൻറ്റിന് കൂടി അവിടെ കൃത്യമായിട്ടുള്ള സ്ഥാനം നൽകുന്നുണ്ട്. കാരണം ആ ഒരു കൃത്യമായിട്ടുള്ള ടൈം എലമെൻറ്റിനകത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഈ കോമ്പറ്റേറ്റീവ് വേൾഡിനകത്ത് നമുക്ക് എന്തെങ്കിലും രീതിയിലൊക്കെ ഉള്ള അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു ഓൺടർപ്രണറുടെ വർക്കിനെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓൺ ടൈം അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓർ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. നെക്സ്റ്റ് വൺ, ടേംസ് റിലേറ്റഡ് ടു നെറ്റ്വർക്ക് അനാലിസിസ്. ഇനി നെറ്റ്വർക്ക് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് ടേമുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, നെറ്റ്വർക്ക്. വാട്ട് ഈസ് നെറ്റ്വർക്ക്? Network refers to series of related activities which result in some product or services.
എന്താ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് റെഫേഴ്സ് ടു സീരീസ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യപ്പെട്ടതായിട്ടുള്ള ആക്ടിവിറ്റീസ്, അതാണ് എന്ന് പറഞ്ഞത് സീരീസ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തതായിട്ടുള്ള സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണെന്ന് പറഞ്ഞത് നെറ്റ്വർക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിച്ച് റിസൾട്ട് ഇൻ സം പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ഇനി ഈ പറയുന്ന ആക്ടിവിറ്റീസിൻ്റെ സീക്വൻഷ്യൽ ഓർഡർ അല്ലെങ്കിൽ ആ ഒരു സീരീസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുന്നത്? ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് എന്തായിട്ട് വരാം, അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്ക് അവൈലബിൾ ആകുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ റിലേറ്റഡ് ആക്ടിവിറ്റീസിനെ അറേഞ്ച് ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണെന്ത്? നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, നെറ്റ്വർക്ക് ഡയഗ്രാം. വാട്ട് ഈസ് നെറ്റ്വർക്ക് ഡയഗ്രാം? ഇറ്റ് ഈസ് എ ബാക്ക് ബോൺ ഓഫ് നെറ്റ്വർക്ക് ടെക്നിക്. ഇപ്പം നെറ്റ്വർക്ക് ടെക്നിക്കിൻ്റെ ബാക്ക് ബോൺ ആണെന്ന് പറഞ്ഞത് നെറ്റ്വർക്ക് ഡയഗ്രാം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഷോസ് ദി ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ്സ് ഓഫ് എ പ്രൊജക്റ്റ് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് പ്രൊജക്റ്റ് ഗ്രാഫ് ഓർ ആരോ ഡയഗ്രാം. അപ്പോൾ നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു നെറ്റ്വർക്കിനകത്തുള്ള അല്ലെങ്കിൽ നെറ്റ്വർക്ക് അനാലിസിസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ഇവൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ അല്ലെങ്കിൽ ലോജിക്കൽ സീക്വൻസിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെ എന്ത് പറഞ്ഞത്, ഈ പറഞ്ഞ നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞത് അത് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യണം? ഒരു പിക്ചോറിക്കൽ ഇല്ലുസ്ട്രേഷനായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ വേരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു പിക്ചോറിക്കലായിട്ട് അതിന് ആ ഒരു ലോജിക്കൽ സീക്വൻസ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണെന്ത്? നെറ്റ്വർക്ക് ഡയഗ്രാം. ഇതിന് പറയുന്ന മറ്റേ പേര് എന്തൊക്കെയാണ്? നെറ്റ്വർക്ക് ഡയഗ്രാം എന്നുള്ളതിനെ പ്രൊജക്റ്റ് ഗ്രാഫ് എന്നോ അല്ലെങ്കിൽ ആരോ ഡയഗ്രാം എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം, ആക്ടിവിറ്റി എന്താണെന്നുള്ളതാണ്. എന്താണ് ആക്ടിവിറ്റി? ഇറ്റ് മീൻസ് ദി എലമെൻറ്റ് ഓഫ് ജോബ് ഓർ ടാസ്ക് ഓർ ഐറ്റം ഓഫ് വർക്ക് ടു ബി കംപ്ലീറ്റഡ് ഇൻ എ സ്പെസിഫിക് ടൈം. എന്താ പറഞ്ഞത്? ഇറ്റ് മീൻസ് ദി എലമെൻറ്റ് ഓഫ് ജോബ്, ഒരു ജോബിൻ്റെ എലമെൻറ്റ്, ഓർ ടാസ്ക്, ഒരു ടാസ്കിൻ്റെ എലമെൻറ്റ്, ഓർ ഐറ്റം ഓഫ് വർക്ക് ടു ബി കംപ്ലീറ്റഡ്. അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വർക്കിൻ്റെ ഒരു എലമെൻറ്റിനെ പറഞ്ഞ പേരാണ്, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് വർക്ക് അല്ലെങ്കിൽ പീസ് ഓഫ് ജോബ്, പീസ് ഓഫ് ടാസ്ക് എന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആക്ടിവിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇൻ സ്പെസിഫിക് ടൈം, ഒരു സ്പെസിഫിക് ടൈമിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടോട്ടൽ വർക്കിൻ്റെ ചെറിയ ചെറിയ എലമെൻസിനെ പറഞ്ഞ പേരാണ് എന്ത്? ആക്ടിവിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ടിവിറ്റി കൺസ്യൂം ടൈം, മണി, എഫേർട്ട് ആൻഡ് റിസോഴ്സ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആക്ടിവിറ്റി, ഇവൻ്റ്, രണ്ട് രീതിയിലുള്ള കൺസെപ്റ്റുകളാണ് എന്ത് ചെയ്യുന്നത് നമുക്കിവിടെ ഡിഫറെൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ആക്ടിവിറ്റി എന്തൊക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ട്? ഒന്ന് ടൈം. അപ്പോൾ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താവശ്യമായിരിക്കും? ടൈം ആവശ്യമായിട്ട് വരാം, അല്ലേ? അതുപോലെ തന്നെ മണി, പണം നമുക്ക് ആവശ്യമായിട്ട് വരാം. എഫേർട്ട് ആവശ്യമായിട്ട് വരാം. അതുപോലെ തന്നെ റിസോഴ്സ് ആവശ്യമായിട്ട് വരാം. അപ്പോൾ ഈ പറയുന്ന എലമെൻറ്റ്സ് എല്ലാം കൺസ്യൂം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞത് ആക്ടിവിറ്റി എന്ന് പറഞ്ഞത്. ഈച്ച് ആക്ടിവിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ആരോ. ഒരു ആരോയിലൂടെയാണ് എന്ത് ചെയ്യാറുള്ളത്? ആക്ടിവിറ്റിയെ നമ്മൾ ഡയഗ്രത്തിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആരോ നൽകിയിട്ടാണ് ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിനകത്ത് ആക്ടിവിറ്റിയെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു വർക്കിൻ്റെ ചെറിയ ചെറിയ എലമെൻസിനെ പറഞ്ഞ പേര്, അല്ലെങ്കിൽ ചെറിയ പീസ് ഓഫ് വർക്ക് അല്ലെങ്കിൽ പീസ് ഓഫ് ടാസ്ക്, പീസ് ഓഫ് ഐറ്റം ഓഫ് വർക്കാണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞത് ആക്ടിവിറ്റി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എഫേർട്ട്, റിസോഴ്സ്, മണി ഓർ ക്യാപിറ്റൽ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ. Another one, event. What is an event? It represents the start or end of an activity. ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെയോ എൻഡിങ് പോയിന്റിനെയോ
റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇവൻ്റ് എന്നുള്ളത്. ഓക്കെ, ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിനെയോ അല്ലെങ്കിൽ എൻഡിങ് പോയിൻറ്റിനെയോ, ഒരു ആക്ടിവിറ്റി തുടങ്ങുന്ന ആ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി അവസാനിക്കുന്ന ആ ഒരു പോയിൻറ്റിനെ, ആ ഒരു സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ് ഇവൻ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ഇവൻ്റ് ഈസ് ജനറലി റെപ്രസെൻറ്റഡ് ബൈ എ സർക്കിൾ കാൾഡ് നോഡ്. NODE, നോഡ്. ഓക്കെ, അപ്പോൾ ഒരു ഇവൻറ്റിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കാനുള്ള എന്താണ്, ഒരു സർക്കിളാണ്. അഥവാ സർക്കിൾ എന്ന് പറയുമ്പോൾ വലിയ സർക്കിളൊന്നും വരക്കേണ്ട കാര്യമില്ല, ഒരു ചെറിയ സർക്കിൾ. ഓക്കെ, ഈ സർക്കിളാണ് അത് നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്, നോഡ് എന്നാണ് പറയുക. ഓക്കെ, ഈ നോഡ് എന്ന് പറയുന്ന സർക്കിളാണ് സാധാരണ രീതിയിൽ ഒരു ആക്ടിവിറ്റിയെ ഒരു ഇവൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഈച്ച് ആക്ടിവിറ്റി ഹാസ് 2 ഇവൻറ്റ്സ്. ഓരോ ആക്ടിവിറ്റിക്ക് എന്തുണ്ട്, 2 ഇവൻറ്റുകളുണ്ട്, ടെയിൽ ഇവൻ്റ് ആൻഡ് ഹെഡ് ഇവൻറ്റ്. ടെയിൽ ഇവൻറ്റ്, ഹെഡ് ഇവൻറ്റ്. അത് നമ്മൾ പറഞ്ഞു, ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, എൻഡിങ് പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 2 ഇവൻറ്റ്സ് ആണെന്ന് പറഞ്ഞത് നമ്മൾ പറയുന്ന ടെയിൽ ഇവൻ്റ് ആൻഡ് ഹെഡ് ഇവൻ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെയിൽ ഇവൻറ്റ് ഈസ് ദി ബിഗിനിങ് ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയുടെ ബിഗിനിങ് പോയിന്റിനെ പറഞ്ഞെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ പറഞ്ഞ പേരാണെന്ത്, ടെയിൽ ഇവൻറ്റ്. ഹെഡ് ഇവൻറ്റ് ഈസ് ദി എൻഡ് ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയുടെ എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു കംപ്ലീഷൻ പോയിന്റിനെ പറഞ്ഞ പേരാണെന്ത്, ഹെഡ് ഇവൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവൻറ്റ്സിനകത്ത് 2 കാറ്റഗറി ഉണ്ട്, ഒന്ന് ടെയിൽ ഇവൻറ്റ്, മറ്റൊന്ന് ഹെഡ് ഇവൻറ്റ്. ടെയിൽ ഇവൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ, ഹെഡ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആക്ടിവിറ്റിയുടെ എൻഡിങ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആക്ടിവിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് ആരോ ആണ്. ഈ ആരോയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്, എൻഡിങ് പോയിന്റിനകത്ത് സർക്കിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റുള്ള സർക്കിൾ നമ്മൾ എന്ത് പറയും, ടെയിൽ ഇവൻ്റ് എന്ന് പറയും. എൻഡിങ് പോയിന്റിനകത്തുള്ള സർക്കിൾ നമ്മൾ എന്ത് പറയാം, ഹെഡ് ഇവൻ്റ് എന്നും പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡമ്മി ആക്ടിവിറ്റി. എന്താണ് ഡമ്മി ആക്ടിവിറ്റി? ഡമ്മി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാൻ നിങ്ങൾക്ക് അല്ലേ, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയാറുള്ള ഒരു ടേമാണ് എന്ത്, ഡമ്മി എന്ന് പറയുന്നത്. എന്താ ഈ ഡമ്മി ആക്ടിവിറ്റി? ഇറ്റ് ഈസ് ആൻ ഇമേജിനറി ഓർ ഫിക്റ്റീഷ്യസ് ആക്ടിവിറ്റി. ഇതെന്താണ്, ഇമേജിനറി ഓർ ഫിക്റ്റീഷ്യസ് ആക്ടിവിറ്റി. ഒരു ഇമേജിനറി ആക്ടിവിറ്റിയാണ്, യഥാർത്ഥത്തിൽ എന്തല്ല, ആക്ടിവിറ്റി അല്ല, അല്ലെങ്കിൽ ഒരു ഫിക്റ്റീഷ്യസ് ആക്ടിവിറ്റി. നമുക്ക് ഫിക്റ്റീഷ്യസ് എന്നുള്ള ടേമുകൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഫിക്റ്റീഷ്യസ് ഗുഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ അസറ്റിൻ്റെ കേസിനകത്തൊക്കെ ബാലൻസ് ഷീറ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗമാണ് എന്ത്, ഈ ഫിക്റ്റീഷ്യസ് എന്ന് പറയുന്ന ടേം. അപ്പോൾ ഡമ്മി ആക്ടിവിറ്റി യഥാർത്ഥത്തിൽ എന്തല്ല, ഒരു ആക്ടിവിറ്റി അല്ല, എന്താണ്, ഒരു ഫിക്റ്റീഷ്യസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഇമേജിനറി ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഇൻക്ലൂഡഡ് ഇൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇമേജിനറി ആക്ടിവിറ്റി നമുക്ക് എന്ത് പറയാം, ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയാം. സിൻസ് ഇറ്റ് ഈസ് നോട്ട് എ റിയൽ ആക്ടിവിറ്റി. അതെന്തല്ല, ഇപ്പോൾ റിയൽ ആക്ടിവിറ്റി അല്ല. അവിടെ മനസ്സിലാക്കി വെക്കുക, റിയൽ ആക്ടിവിറ്റി ആണെങ്കിൽ ടൈം, കോസ്റ്റ്, എഫേർട്ട്, റിസോഴ്സ് ഇതൊക്കെ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യുന്നതാണ് റിയൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇമേജിനറി ആയതുകൊണ്ട് ഈ ആക്ടിവിറ്റി ടൈം എലമെൻറ്റ്, കോസ്റ്റ്, റിസോഴ്സ് ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, കൺസ്യൂം ചെയ്യുന്നില്ല. അത് റിയൽ ആക്ടിവിറ്റി ആയിട്ടുള്ളതല്ല, എന്തുമാത്രമാണ്, ഇമേജിനറി ഓർ ഫിക്റ്റീഷ്യസ് ആക്ടിവിറ്റി മാത്രമാണെന്ന് പറഞ്ഞത് ഡമ്മി ആക്ടിവിറ്റി. ഇറ്റ് ഡസ് നോട്ട് കൺസ്യൂം ടൈം, effort, resource, etc. It is included in the network to maintain the logical sequence of the network, to have connection and to avoid ambiguity. It is represented by a broken arrow. അപ്പോൾ എന്താണെന്ന് പറഞ്ഞത്, ഡമ്മി ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് ടൈം, എഫേർട്ട്, റിസോഴ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനു വേണ്ടി അത് നെറ്റ്വർക്കിനകത്ത് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത്, ആ ഒരു നെറ്റ്വർക്കിനകത്തുള്ള ലോജിക്കൽ സീക്വൻസ് അല്ലെങ്കിൽ ആ ഒരു ലോജിക്കൽ കണക്ഷൻ കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്ക് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് വരുന്ന ആംബിഗ്വിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നെറ്റ്വർക്ക് ടെക്നിക്കിൽ നമ്മൾ സാധാരണ ഡമ്മി ആക്ടിവിറ്റി അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡയഗ്രത്തിനകത്ത് ഡമ്മി ആക്ടിവിറ്റി ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു കൃത്യമായിട്ടുള്ള സീക്വൻഷ്യൽ ഓർഡറിൽ വർക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ, ആക്ടിവിറ്റിയെയും ഇവൻറ്റിനെയും അറേഞ്ച് ചെയ്യുമ്പോൾ കണക്ഷൻ ലഭിക്കാതെ പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്,
ഒരു ഇമേജിനറി ആക്ടിവിറ്റിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ സീക്വൻഷ്യൽ ഓർഡർ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റിയെ പറഞ്ഞ പേരാണെന്ത്? ഡമ്മി ആക്ടിവിറ്റി. ഇത് ടൈം, കോസ്റ്റ്, അതുപോലെ റിസോഴ്സ് എലമെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതും കൂടി അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ പിക്ചറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാം, ഈ ഓരോ കാര്യങ്ങളും എന്താണെന്നുള്ളത് ഒരിക്കൽ കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഗൈഡ് ലൈൻ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് നെറ്റ്വർക്ക് ഡയഗ്രാം. ഇനി ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം നമ്മൾ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് അനാലിസിസിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഡയഗ്രാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഏതൊക്കെ രീതിയിലുള്ള ആക്ടിവിറ്റി ഉണ്ട്, ഇവൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ ആ ഒരു ലോജിക്കൽ ഓർഡർ അല്ലെങ്കിൽ സീക്വൻഷ്യൽ ഓർഡർ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പിക്ചോറിക്കലായിട്ട് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണെന്ത്, നെറ്റ്വർക്ക് ഡയഗ്രാം. ഇനി നെറ്റ്വർക്ക് ഡയഗ്രാം ഏതെങ്കിലും ഒരു വിധേന അങ്ങ് വരക്കാൻ പറ്റുമോ? ഇല്ല. അതിനെന്തുണ്ട്, ചില രീതിയിലുള്ള സീക്വൻഷ്യൽ ഓർഡറുകളുണ്ട്. ആ ഓർഡർ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം തയ്യാറാക്കാൻ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് നോക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്താണെന്നുള്ളത് നോക്കിക്കോളാം. ഈച്ച് ആക്ടിവിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ വൺ ആൻഡ് ഓൺലി വൺ ആരോ ഇൻ ദി നെറ്റ്വർക്ക്. അപ്പോൾ ഓരോ ആക്ടിവിറ്റിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യം എന്താണ്, ആരോ ആണ് അല്ലേ. ഈ ആരോ ആണ് എന്തെന്ന്, ആക്ടിവിറ്റി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആരോസ് ആണ്. ഇവിടെ ഒരു പ്രൊജക്റ്റിനകത്തുള്ള ഒരു ആക്ടിവിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ആരോ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉപയോഗിക്കാൻ പാടുള്ളൂ. അഥവാ ഒരു സിംഗിൾ ആക്ടിവിറ്റിയെ സിംഗിൾ ആരോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതിനെ വീണ്ടും എന്ത് ചെയ്യരുത്, അതേ ആക്ടിവിറ്റിയെ മറ്റൊരു ആരോ കൂടി ഉപയോഗിച്ചുകൊണ്ട് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്ത്, ഒന്നാമത്തെ കണ്ടീഷനായിട്ട് പറഞ്ഞത്. അഥവാ ഈച്ച് ആക്ടിവിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ വൺ ആൻഡ് ഓൺലി വൺ ആരോ ഇൻ ദി നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്കിനകത്ത് ഒറ്റ ആരോ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ ഒരൊറ്റ ആരോ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു ആക്ടിവിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് ഡയഗ്രത്തിനകത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. ഹെൻസ് നോ സിംഗിൾ ആക്ടിവിറ്റി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ട്വൈസ് ഇൻ ദി നെറ്റ്വർക്ക്. ആ ഒരു സിംഗിൾ ആക്ടിവിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല, 2 തവണ 3 തവണ എന്നായിട്ട് നെറ്റ്വർക്ക് ഡയഗ്രത്തിനകത്ത് കാണിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തത്, നോ ടു ആക്ടിവിറ്റീസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ദി സെയിം സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഇവൻറ്റ്. സെയിം സ്റ്റാർട്ട് ഇവൻറ്റിനകത്ത് എൻഡ് ഇവൻറ്റിനകത്ത് എന്ത് ചെയ്യരുത്, 2 ആക്ടിവിറ്റീസ് വരാൻ പാടില്ല എന്നുള്ളതാണ്. അവ ഇപ്പോൾ നമുക്ക് പിക്ചറിനകത്ത് കാണുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ പറഞ്ഞ പേരാണെന്ത്, ടെയിൽ ഇവൻറ്റ്. എൻഡ് പോയിന്റിനെ പറഞ്ഞ പേരാണ് ഹെഡ് ഇവൻറ്റ്. ഈ പറയുന്ന 2 ഇവൻറ്റുകൾക്കിടയിൽ എന്ത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, ഒരു സിംഗിൾ ആക്ടിവിറ്റി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അവ ഒരു സ്റ്റാർട്ട് ഇവൻറ്റിൻ്റെയും ഒരു എൻഡ് ഇവൻറ്റിൻ്റെ ഇടയിലായിട്ട് എന്ത് ചെയ്യരുത്, ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ വല്ല സാഹചര്യങ്ങളും വരികയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഡമ്മി ആക്ടിവിറ്റിയെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ബിഫോർ ആൻ ആക്ടിവിറ്റി ക്യാൻ ബി സ്റ്റാർട്ട് ആൾ ആക്ടിവിറ്റീസ് പ്രിസീഡിങ് ഇറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ്. ഇനി നമ്മളൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ടായിരിക്കും ഈ ഒരു സിംഗിൾ ആരോ ആയിട്ട് വരുന്ന ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ അതിന് മുൻപ് വരുന്ന 2 ആക്ടിവിറ്റി ഉണ്ട്. ആ ഒരു ആക്ടിവിറ്റിയുടെ ടെയിൽ ഇവൻറ്റിലേക്ക് വന്ന് ചേരുന്ന 2 ആക്ടിവിറ്റി ഉണ്ട്. ഈ 2 ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഫൈനൽ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അവ അതിൻ്റെ മുന്നേ അല്ലെങ്കിൽ പ്രൊസീഡിങ് ആയിട്ട് വരുന്ന ഏതൊക്കെ ആക്ടിവിറ്റി ഉണ്ടോ, ആ ഒരു സ്റ്റാർട്ടിങ് ഇവൻറ്റിനകത്തേക്ക് വരുന്ന ഏതെല്ലാം ആക്ടിവിറ്റി ഉണ്ടോ, ഈ ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീട് നിർമ്മിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് കുറച്ച് തറ ഇട്ടു, മറ്റു ഭാഗത്ത് തറ ഇടുന്നതിന് മുന്നേ ഈ തറ ഇട്ട ഭാഗത്ത് എന്ത് ചെയ്യില്ല, നമ്മൾ ബെൽറ്റ് വാർക്കാറില്ല. ഇനി ബെൽറ്റ് വാർത്ത് തുടങ്ങി
മറ്റേ ഭാഗത്തേക്ക് എത്തുന്നതിന് മുന്നേ ഇവിടെ ചുമര് വെച്ചിട്ട് പോക്കാറില്ല. അപ്പോൾ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് എന്ത് ചെയ്യുക, പോകുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. ഇതന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ എന്തൊക്കെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ, എന്തൊക്കെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടോ, അത്തരം വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ, ദി ലെങ്ത് ഓഫ് ദി ആരോ ഹാസ് നോ സിഗ്നിഫിക്കൻസ്. ഇനി നമ്മൾ ഈ ആക്ടിവിറ്റിയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആരോസ്, ഈ ആരോസിൻ്റെ ലെങ്ത്ത് അത് കൂടിയെന്നോ അല്ലെങ്കിൽ കുറഞ്ഞെന്നോ വിചാരിച്ചിട്ട് എന്തില്ല, യാതൊരു രീതിയിലുള്ള പ്രശ്നമില്ല, അതിന് യാതൊരു രീതിയിലുള്ള ഇമ്പോർട്ടൻസും പറയുന്നില്ല. ഫിഫ്ത്ത് വൺ, ഫ്ലോ ഓഫ് ഡയഗ്രാം മസ്റ്റ് ബി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. എപ്പോഴും എന്തായിരിക്കണം, ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കണം. അപ്പം ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളമൊക്കെ എഴുതുന്ന പോലെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ആരോ ഡയഗ്രാം പോകേണ്ടത്. ഇപ്പോൾ ഒരാൾ വിചാരിക്കുകയാണെന്ത്, എന്താ ഇപ്പോൾ എല്ലാം അങ്ങനെ വരക്കണേ, തിരിച്ചിട്ട് ഇങ്ങോട്ട് വരച്ചുവിടുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും ആരോ ഡയഗ്രാം എന്തായിരിക്കണം, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കുള്ള രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. നെക്സ്റ്റ് വൺ, ആരോ ഷുഡ് നോട്ട് ബി ക്രോസ്ഡ് അൺലെസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അൺഅവോയ്ഡബിൾ. അഥവാ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിലല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, പിക്ചറിനകത്ത് കാണുന്ന രീതിയിൽ ആരോസ് തമ്മിൽ ക്രോസ് ചെയ്യാൻ പാടില്ല. അഥവാ രണ്ട് ആക്ടിവിറ്റി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ആ ഒരു ഡയഗ്രാം വരക്കുമ്പോൾ ആക്ടിവിറ്റികൾ തമ്മിൽ അല്ലെങ്കിൽ ആരോസ് തമ്മിൽ ക്രോസ് ചെയ്തിട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാവാനായിട്ട് പാടില്ല. അത് ഒരു നിലക്കും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത അൺഅവോയ്ഡബിൾ ആയിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ക്രോസ് ചെയ്യാനായിട്ട് അനുവദിക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് വൺ, ആരോസ് ഷുഡ് ബി കെപ്റ്റ് സ്ട്രൈറ്റ്. എപ്പോഴും എന്തായിരിക്കണം, സ്ട്രൈറ്റ് ആയിട്ടായിരിക്കണം ആരോ നമ്മൾ വരക്കേണ്ടത്, അല്ലേ? ചേര പോയ പോലെ എന്ത് ചെയ്യരുത്, ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയിട്ടുള്ള ആരോസ് അല്ലെങ്കിൽ കർവായിട്ടൊന്നും ആരോ വരക്കാൻ പാടില്ല. എപ്പോഴും എന്തായിരിക്കണം, വെരി സ്ട്രൈറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ആരോസ് വരക്കേണ്ടത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം, ആംഗിൾ ബിറ്റ്വീൻ ദി ആരോസ് ഷുഡ് ബി ആസ് ലാർജ് ആസ് പോസിബിൾ. ഇപ്പോൾ നമ്മൾക്ക് റെഡ് ലൈനിൽ കാണാൻ പറ്റുന്നുണ്ട്, രണ്ട് ആക്ടിവിറ്റികൾ തമ്മിൽ ഇവൻസിനകത്തേക്ക് വന്ന് ചേരുമ്പോൾ അവിടെ വരുന്ന ആ ഒരു കോണ്, ആ ഒരു ആംഗിൾ എത്രത്തോളം നമുക്ക് വൈഡൻ ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം വൈഡൻ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ആരോ ഡയഗ്രാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അതെന്തിനാണ് അങ്ങനെ വൈഡൻ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം, ഇത് നമ്മൾ വന്ന് ചേരുന്ന ഇടത്ത് എന്ത് ചെയ്യരുത്, നമുക്ക് ആ ഒരു ഡയഗ്രാം കാണുന്ന ഒരാൾക്ക് മിസ്ലീഡിങ്സ് ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ മാക്സിമം നമുക്ക് എത്രത്തോളം അത് വൈഡൻ ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുമോ അത്രയും ആ ഒരു ആംഗിൾസ് വിഡ്ത്ത് കൂട്ടണം, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ലാർജ് ആക്കി കൊടുക്കാൻ പറ്റുമോ അത്രയും ലാർജ് ആക്കിയിട്ടാണ് ആ ഒരു ആംഗിൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ വന്ന് ചേരുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരുപാട് വൈഡായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല. നേരെ മറിച്ച് 2 or 3 ആക്ടിവിറ്റി ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ആ ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് നമുക്ക് ആംഗിൾസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എത്രത്തോളം സാധിക്കുമോ അത്രയും ലാർജ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ആംഗിൾസ് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡാംഗ്ലിംഗ് മസ്റ്റ് ബി അവോയ്ഡഡ്. എന്താ ഡാംഗ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ആൻ എറർ ഇൻ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് എറർ ആണെന്ന് പറഞ്ഞത് ഡാംഗ്ലിംഗ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇഫ് ആൻ ആക്ടിവിറ്റി ഓർ ഈവൻ ഹാസ് നോ കണക്ഷൻ ഇറ്റ് ലോസസ് ലോജിക്കൽ സീക്വൻസ്. ഒരു ആക്ടിവിറ്റിക്കോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനോ അതിനെന്തില്ല, മറ്റുള്ള ആക്ടിവിറ്റിയുമായിട്ടൊന്നും ഒരു യാതൊരു രീതിയിലുള്ള കണക്ഷനും കിട്ടുന്നില്ലെങ്കിൽ, പിക്ചറിനകത്ത് നോക്കിക്കൊള്ളാം, റെഡ് സർക്കിളിനകത്ത് കാണിച്ചിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് ഒരു ഇവൻറ്റ് വന്നിട്ട് നിൽക്കുകയാണ്, അപ്പോൾ ഒരു എൻഡ് ഇവൻറ്റിലെത്തി നിൽക്കുകയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മറ്റേതെങ്കിലും ആക്ടിവിറ്റിയിലേക്കോ അല്ലെങ്കിൽ എവിടത്തേക്കും യാതൊരു രീതിയിലുള്ള കണക്ഷനും കിട്ടാതെ ഇങ്ങനെ വരുന്ന കാര്യത്തെ നമ്മൾ എന്ത് പറയുക, ഡാംഗ്ലിംഗ് എന്ന് പറയുക. അത് അവിടെ എന്തുണ്ടായിരിക്കില്ല, ആ ഒരു ആക്ടിവിറ്റിക്കാണെങ്കിൽ ഇവൻറ്റിന് മറ്റ് ആക്ടിവിറ്റീസുമായിട്ടുള്ള ആ ഒരു ലോജിക്കൽ സീക്വൻസ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണെന്ത്, ഡാംഗ്ലിംഗ് എന്ന് പറയുന്നത്. ഈ ഡാംഗ്ലിംഗ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ എന്ത് ഉപയോഗിക്കും, അവിടെയാണ് നമ്മൾ സാധാരണയായിട്ട് ഡമ്മി ആക്ടിവിറ്റി നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പിക്ചറിനകത്ത് നോക്കുക, ഇപ്പോൾ ആ ഒരു എൻഡ് ഇവൻറ്റിൽ വന്ന് നിന്നു, അവിടെ നിന്ന് അങ്ങോട്ട് മറ്റൊരു കണക്ഷൻ കിട്ടിയിട്ടില്ല.
അപ്പോൾ കണക്ഷൻ ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഡമ്മി ആക്ടിവിറ്റി അവിടെ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഡമ്മി ആക്ടിവിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്, ബ്രോക്കൺ ആരോസ് ആണ്. അപ്പോൾ ആ ഒരു ബ്രോക്കൺ ആരോ വെച്ചിട്ട് തൊട്ടടുത്തുള്ള ഇവൻറ്റിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ കണക്ഷൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരു സീക്വൻഷ്യൽ ഓർഡർ ഫോളോ ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് മാറി. അപ്പോൾ ഡാംഗ്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഒരു ഡമ്മി ആക്ടിവിറ്റിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന കണക്ഷൻ പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ഇവൻറ്റിന് മറ്റുള്ള ആ ഒരു സീക്വൻഷ്യൽ അറേഞ്ച്മെൻറ്റ്സിനകത്തേക്ക് കണക്ഷൻ ലഭിക്കാതെ പോകുമ്പോൾ അതിനെന്ത് പറയും, ഡാംഗ്ലിംഗ് എന്ന് പറയും. ആ ഡാംഗ്ലിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഡമ്മി ആക്ടിവിറ്റിയാണ്. ഓക്കെ, ലാസ്റ്റ് വൺ എന്താണ്, ഇവൻറ്റ് ഷുഡ് ബി നമ്പേർഡ് സിസ്റ്റമാറ്റിക്കലി. ഇനി ഇവൻറ്റ്സിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം, സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ പിക്ചറിനകത്തൊക്കെ ജസ്റ്റ് ഹെഡ് ഇവൻറ്റ് ടെയിൽ ഇവൻറ്റ് മാത്രമേ ഉള്ളൂ. ഇതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്പർ കൂടി പ്രൊവൈഡ് ചെയ്യുമ്പോഴേ എന്താവുള്ളൂ, ആ നെറ്റ്വർക്കിൻ്റെ ആ ഒരു സീക്വൻഷ്യൽ ഓർഡർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഏതൊക്കെ ആക്ടിവിറ്റീസിലൊക്കെയാണ് കടന്നു പോകേണ്ടത്, അത് ഏതെല്ലാം ആക്ടിവിറ്റി ഒക്കെ തൊട്ട് മുന്നുള്ള ആക്ടിവിറ്റി ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുകൂടി കൊടുക്കാറുണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു സീക്വൻഷ്യൽ ഓർഡറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്പർ കൂടി നൽകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്പർ നൽകുന്നത് അല്ലെങ്കിൽ ഓരോ ഇവൻസിനും നമ്മൾ നമ്പർ നൽകുമ്പോൾ ഇത് എന്തിനു സഹായിക്കും, നെറ്റ്വർക്കിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലോജിക്കൽ സീക്വൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് DR ഫാൽക്കേഴ്സൺ ഒരു റൂള് പറയുന്നുണ്ട്. അവ നെറ്റ്വർക്ക് ഡയഗ്രത്തിന് എങ്ങനെയാണ് അല്ലെങ്കിൽ ഓരോ ഇവൻസിനും എങ്ങനെയാണ് നമ്പർ നൽകാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നമ്പർ നൽകാനുള്ള ഒരു മാർഗത്തെക്കുറിച്ചിട്ടാണെങ്കിൽ അതിനുള്ള ഒരു ഓർഡർ അല്ലെങ്കിൽ റൂളാണ് ആര് പറഞ്ഞത്, DR ഫാൽക്കേഴ്സൺ പറഞ്ഞത്. ഫാൽക്കേഴ്സൺസ് റൂൾസ് ആസ് ഫോളോസ്. എന്തൊക്കെയാണ് ഫാൽക്കേഴ്സൻ്റെ റൂള്, ഇത് നമ്പർ നൽകാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് ഫാൽക്കേഴ്സൺ അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിക്കോളാം, നിങ്ങൾക്ക് സ്ക്രീനകത്ത് കാണുന്നുണ്ടായിരിക്കും ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം, അതിൻ്റെ ഒരു സ്ട്രക്ചർ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഫാൽക്കേഴ്സൺ എന്താണ് പറഞ്ഞത്, ഒന്നാമതായിട്ട് പറഞ്ഞു നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ഈ ആരോ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റ് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അതിൻ്റെ ആരോസ് എല്ലാം പോയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഫാൽക്കേഴ്സൻ്റെ റൂൾ പ്രകാരം ഫസ്റ്റ് പറഞ്ഞ എന്താണ്, ഐഡൻറ്റിഫൈ ദി ഇനീഷ്യൽ ഇവൻ ആൻഡ് അസൈൻ ഇറ്റ് നമ്പർ 1. ആദ്യം എന്ത് ചെയ്യുക, ഇനീഷ്യൽ ഇവൻ്റ് ഏതാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിനകത്ത് ഇനീഷ്യൽ ഇവൻ്റ് ഏതാണ്, ഈ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ലെഫ്റ്റായിട്ട് കിടക്കുന്ന ഇവൻ്റ് ആണെന്ന് പറഞ്ഞത് ഇനീഷ്യൽ ഇവൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഇനീഷ്യൽ ഇവൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെന്ത് കൊടുക്കണം, നമ്പർ 1 എന്നങ്ങ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓരോ ആക്ടിവിറ്റിയെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ABCD വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആക്ടിവിറ്റിക്ക് നമ്പർ കൊടുക്കുക. അപ്പോൾ ലെറ്റേഴ്സിന് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പേര് നൽകാം. അപ്പോൾ നമ്മൾ ഓരോ രീതിയിലുള്ള ആക്ടിവിറ്റിക്ക് നമ്മൾ പേര് പറയാറുണ്ട്. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിനകത്തുള്ള ആക്ടിവിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെറ്റേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ റൂൾ എന്തായിരുന്നു, ഇനീഷ്യൽ ഇവൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനീഷ്യൽ ഇവൻറ്റ് എപ്പോഴും എവിടെ ഉണ്ടാവുക, ഇതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലാണ് ഇനീഷ്യൽ ഇവൻറ്റ് ഉണ്ടായിരിക്കുക. അതിനെന്ത് കൊടുക്കണം, നമ്പർ 1 എന്ന് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഈ നമ്പർ 1 അങ്ങ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫാൽക്കേഴ്സൺ പറയുന്നത്, ഡിലീറ്റ് ആൾ എമർജിങ് ആരോസ് ഫ്രം ദി ഇനീഷ്യൽ ഇവൻറ്റ് 1. ദി ഇനീഷ്യൽ ഇവൻറ്റ് വിൽ ക്രിയേറ്റ് 1 or more ന്യൂ ഇനീഷ്യൽ ഇവൻറ്റ്. നമ്പർ ദീസ് ന്യൂ ഇനീഷ്യൽ ഇവൻറ്റ്സ് ആസ് 2, 3 etc. അപ്പോൾ എന്താ പറഞ്ഞത്, ഇനി ഈ ഒരു 1 എന്ന് പറയുന്ന ഇനീഷ്യൽ ഇവൻറ്റിനകത്ത് നിന്ന് എമേർജ് ചെയ്യുന്ന ആരോസ് അല്ലേ, ഏതൊക്കെ ആക്ടിവിറ്റി ഉണ്ട്, ആക്ടിവിറ്റി എയും ആക്ടിവിറ്റി ബിയും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, ഇനീഷ്യൽ ഇവൻറ്റിനകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യൽ ഇവൻറ്റിനകത്ത് നിന്ന് വരുന്ന ആ ഒരു ഏതൊക്കെ ആക്ടിവിറ്റി ഉണ്ടോ അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഒന്നെന്താ പറഞ്ഞത്,
എയും ബിയും രണ്ട് ആക്ടിവിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഇനീഷ്യൽ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ഇവൻ്റ് ഏതാണെന്നുള്ളത് നോക്കുക. അപ്പോൾ ആ ഇവൻ്റ് നമ്മൾ എന്ത് കൊടുക്കണം, അടുത്ത നമ്പർ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ പിക്ചറിനകത്ത് നോക്കിക്കോളാം, എയും ബിയും നമ്മൾ എന്ത് ചെയ്തു, ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്ന ഇനീഷ്യൽ ഇവൻ്റ് നോക്കിയിട്ട് അതിനാണ് എന്ത് ചെയ്യേണ്ടത്, അടുത്ത നമ്പർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കൊടുത്തു എന്ത്, 2 എന്നുള്ള നമ്പർ കൊടുത്തു. ഇനി വീണ്ടും എന്ത് ചെയ്യാണ്, അതേ പ്രൊസീജിയർ വീണ്ടും നമ്മൾ ഫോളോ ചെയ്യുക. അതിൽ നിന്ന് എമർജ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെ ആരോസ് ഉണ്ട്, ആ ആരോസ് നമ്മൾ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ സീനെ ഡീനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അവിടെ ഇനീഷ്യൽ ഇവൻ്റ് ആയിട്ട് ഏത് വരുന്നുള്ളത് നോക്കാം അല്ലേ. നമുക്ക് എന്ത് കിട്ടി, ഈ ബിയും ഡിയും ഒക്കെ വന്ന് ചേരുന്ന പോയിന്റ് എന്താണ്, ഏറ്റവും ലെഫ്റ്റ് സൈഡാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് നമ്മൾ എന്ത് കൊടുക്കണം, മൂന്നാമത്തെ നമ്പർ കൊടുക്കണം. ഈ ഒരു പ്രൊസീജിയർ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അവസാനം വരത്തേക്ക് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എന്ത്, നമ്പറിങ്ങിന് വേണ്ടിയിട്ട് ഫാൽക്കേഴ്സും പറയുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ യാതൊരു രീതിയിലുള്ള പ്രയാസമില്ല. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒന്നാമത്തത് എന്ത് ചെയ്യുക, ഇവൻ്റ് നമ്പർ കൊടുക്കുക, അതിൽ നിന്ന് എമർജ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അടുത്ത ഇനീഷ്യൽ ഇവൻ്റ് ഏതാണെന്ന് നോക്കുക, അതിന് നമ്പർ കൊടുക്കുക, അതിൽ നിന്ന് എമർജ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ ഒഴിവാക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ലാസ്റ്റ് വരെയുള്ള നമ്പറിങ് കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് അവൈലബിൾ ആകും. ഓക്കെ, നിങ്ങൾക്ക് ഈ പിക്ചറിനകത്ത് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ മൂന്നാമത്തെ നമ്പർ കൊടുത്തു. ഇനിയിപ്പോൾ 4 ഏറ്റവും ടോപ്പിൽ കൊടുത്തു, 5 താഴെ കൊടുത്തു, 6 സെൻറ്ററിൽ കൊടുത്തു. ഇനി അതെല്ലാം മാറ്റിയിട്ട് 4, ഇനി സെൻറ്ററിൽ 6 വരുന്നിടത്ത് 5, അപ്പോൾ താഴെ 6 കൊടുത്താൽ പ്രശ്നമില്ല. ഇങ്ങനെ നമ്മൾ ഏത് രീതിയിൽ വെച്ചു എന്നുള്ളതുകൊണ്ട് എന്തില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യുക, ഓരോ രീതിയിലുള്ള ആക്ടിവിറ്റീസും സീക്വൻഷ്യൽ ഓർഡറിൽ നമ്പർ കൊടുത്തിട്ട് പോകുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റെപ്സ് ഇൻ ദി നെറ്റ്വർക്ക് അനാലിസിസ്. ഇനി ഈ നെറ്റ്വർക്ക് അനാലിസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്, ഒന്നാമത്തത് പ്രിപ്പറേഷൻ ഓഫ് നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്ക് അനാലിസിസ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം, ഒരു നെറ്റ്വർക്ക് നമ്മൾ പ്രിപ്പറേഷൻ നടത്തണം അല്ലേ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്, പ്രിപ്പറേഷൻ ഓഫ് നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്ക് എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ നടത്തണം. രണ്ടാമത്തത് എന്താണ്, എസ്റ്റിമേഷൻ ഓഫ് ദി ടൈം ടു പെർഫോം ഈച്ച് ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റിയും പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന ടൈം എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോ രീതിയിലുള്ള ആക്ടിവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയഗ്രത്തിനകത്ത് നെയിം മാത്രമല്ല എന്തും കൊടുക്കാറുണ്ട്, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സമയം, എൻഡിങ്ങിലേക്ക് എടുക്കുന്ന സമയം, ഇങ്ങനെ ഓരോ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ആരോയുടെ കൂടെ വേണമെങ്കിൽ രേഖപ്പെടുത്തി വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു എസ്റ്റിമേറ്റഡ് ടൈം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ആക്ടിവിറ്റി പെർഫോം ചെയ്യാനായിട്ട് വരുന്ന എസ്റ്റിമേറ്റഡ് ടൈം നമ്മൾ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് അത് കണക്കാക്കുക എന്നുള്ളതാണ് എന്ത്, അടുത്ത ഒരു അനദർ സ്റ്റെപ്പായിട്ട് പറഞ്ഞത്. മൂന്നാമത്തെ എന്താണ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ക്രിട്ടിക്കൽ പാത്ത് ഷെഡ്യൂൾ. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്രിട്ടിക്കൽ പാത്ത് ഷെഡ്യൂൾ. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോങ്ങസ്റ്റ് ഡ്യൂറേഷൻ വരുന്ന ആ ഒരു പാത്ത്. അവ സ്റ്റാർട്ട് ഇവൻ്റ് തൊട്ട് തുടങ്ങിയിട്ട് ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ സ്റ്റാർട്ട് ഇവൻ്റ് തൊട്ടിട്ട് ആ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ എൻഡ് ഇവൻ്റ് വരെയുള്ള ആ ഒരു ലോങ്ങസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ഏറ്റവും ലോങ്ങസ്റ്റ് പാത്ത് ഏതാണോ അതിനെ പറഞ്ഞ പേരാണെന്ത്, ക്രിട്ടിക്കൽ പാത്ത്. ഈ ക്രിട്ടിക്കൽ പാത്തിനകത്ത് വരുന്ന ആക്ടിവിറ്റിക്കകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഡിലേ സംഭവിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ അതെന്ത് ചെയ്യും, ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ ഇതിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്രിട്ടിക്കൽ പാത്ത് ഷെഡ്യൂളിനകത്ത് വരുന്ന എല്ലാ ആക്ടിവിറ്റിയും ഇൻ ടൈം നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിട്ട് പോകേണ്ടതുണ്ട്. ലാസ്റ്റ് വൺ, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി റിസൾട്ട്. ആ റിസൾട്ടിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അത് നമുക്ക് അടുത്ത ടോപ്പിക്സിലൂടെ നമുക്ക് പഠിച്ചു വരേണ്ടുന്ന കാര്യമാണ് ഈ സ്റ്റെപ്സ് ഇൻ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് ഏതൊക്കെ സ്റ്റെപ്പുകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഒന്ന്, പ്രിപ്പറേഷൻ ഓഫ് ദി നെറ്റ്വർക്ക്. രണ്ടാമത്തത്, എസ്റ്റിമേഷൻ ഓഫ് ദി ടൈം ടു പെർഫോം ഈച്ച് ആക്ടിവിറ്റി. ആൻഡ് തേർഡ് വൺ, കമ്പ്യൂട്ടേഷൻ ഓഫ് ക്രിട്ടിക്കൽ പാത്ത് ഷെഡ്യൂൾ. ആൻഡ് ഫോർത്ത് വൺ, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പറയുന്ന നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയണം. അപ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് തരാം. എന്തൊക്കെ പറഞ്ഞത്, ഒന്നാമത് നമ്മൾ പറഞ്ഞു നെറ്റ്വർക്ക് അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു.
ആ നെറ്റ്വർക്ക് അനാലിസിസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ മീനിങ് എന്തൊക്കെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? ഒബ്ജക്റ്റീവ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓർ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്, നെറ്റ്വർക്ക് ഡയഗ്രാം, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ആക്ടിവിറ്റി, അതേപോലെ ഇവൻറ്റ്സ്, ഡമ്മി ആക്ടിവിറ്റി, അതിൽ ഇവൻറ്റ്സിനകത്ത് ടെയിൽ ഇവൻ്റ് ആൻഡ് ഹെഡ് ഇവൻ്റ്, ഈ കാര്യത്തെക്കുറിച്ചൊക്കെ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിലുള്ള ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആണ്, റൂൾസ് ആണുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇനി ആ നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇവൻറ്റ്സിന് നമ്മൾ എങ്ങനെയാണ് നമ്പറിങ് നൽകുക? അത് ഫാൽക്കേഴ്സിൻ്റെ റൂൾ പ്രകാരം ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് നമ്പർ നൽകാനുള്ള മാർഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ ഓരോന്നിനകത്ത് വരുന്ന ഡമ്മി ആക്ടിവിറ്റി, അതുപോലെ തന്നെ ഡാംഗ്ലിങ് പോലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്തു? ഐഡൻറ്റിഫൈ ചെയ്തു. അതുപോലെ സ്റ്റെപ്സ് ഇൻ നെറ്റ്വർക്ക് അനാലിസിസ്, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്ത് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ വിശദീകരിച്ചത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.